മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ഗുരുവിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു 2025 മെയ് 14 നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സാധാരണ ഗുരു ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുന്നതാണ്. അതായത് ഗുരുവിൻ്റെ രാശിമാറ്റം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ 2025 ഗുരു ഒന്നിനു പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും. അതായത് മെയ് 14 ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം 2.5-3 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ വെറും 5 മാസം കൊണ്ട് മിഥുനം രാശി തരണം ചെയ്ത് 2025 ഒക്ടോബർ 18 കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇതിൽ നിന്നും ഗുരുവിൻ്റെ വേഗത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ പ്രവണതയെ ജ്യോതിഷത്തിൽ അതിചാരി എന്നും പറയാറുണ്ട്. അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കർക്കിടകം രാശിയിൽ ഗുരു 2025 നവംബർ 11 വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5 തിരിച്ച് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം സാധാരണ ഒരു വർഷം ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു 2025 3 പ്രാവശ്യം രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, പിന്നീട് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും, അതിനുശേഷം വക്രഗതിയിലായി തിരിച്ച് മിഥുനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കർക്കിടകം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ 6ഉം 9ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. കർക്കിടകം രാശി ഗുരുവിൻ്റെ ഉച്ചസ്ഥാനമാണ്. ഈ സമയത്ത് ഗുരു വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി 4 ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. കർക്കിടകം രാശിക്കാർക്ക് 2025 ആദ്യത്തെ 4 മാസം വളരെ ശുഭകരമായിരിക്കും. ഈ സമയത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും. വിദേശയാത്രകളും മറ്റും ചെയ്യുവാൻ യോഗം ഉണ്ടാകുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും. 11ൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 3ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്ഥിതി ഉടലെടുക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ഹ്രസ്വദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവും ഉണ്ടാകുന്നതായിരിക്കും. ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി 5ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാനും സഹായിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും.
പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. നവദമ്പതികൾക്ക് സന്താനപ്രാപ്തിക്ക് യോഗമുണ്ടാകുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി 7-ാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തികപരമായ സ്ഥിതി നല്ലതാകുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ സമയം കർക്കിടകം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മെയ് 14-ാം തീയതി ഗുരു നിങ്ങളുടെ 12-ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതോടൊപ്പം ഗുരുവിൻ്റെ സ്പീഡ് 2.5-3 മടങ്ങ് വർദ്ധിക്കുന്നതുമായിരിക്കും. ഒക്ടോബർ 18-ാം തീയതി വരെ ഗുരു ഈ സ്ഥിതിയിലായിരിക്കും. ഈ 5 മാസം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ സമയത്ത് ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി 4-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 6-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 8-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ഗുരു ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 6-ാം ഭാവാധിപനായ ഗുരു 12-ാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഗുരു ഓവർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് പ്രോപ്പർട്ടികളും മറ്റും അധികം ആലോചിക്കാതെയും ഡോക്യുമെൻറ്റുകൾ നന്നായി ചെക്ക് ചെയ്യാതെയും മറ്റും ധൃതി പിടിച്ച് വാങ്ങുന്നതും പിന്നീട് അതിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ടാകുന്നതുമായിരിക്കും. ഇങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. എങ്കിലും നേരത്തെ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നാൽ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ആർഭാട വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടി കൂടുതൽ പൈസ ചിലവഴിക്കുന്നതായിരിക്കും. ഗുരു നിൽക്കുന്നതും ചിലവിൻ്റെ സ്ഥാനത്താണല്ലോ, അതും ഓവർ സ്പീഡിൽ. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. കടബാധ്യതകളുള്ളവർ അത് വീട്ടുന്നതിനെക്കുറിച്ച് വളരെ ശാന്തമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം. വിദേശ സംബന്ധമായ കാര്യങ്ങളിലും എടുത്തു ചാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. 8-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ആശുപത്രി ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. പക്ഷേ ഈ 5 മാസം ഗുരു അതിചാരിയായി സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ധൃതി പിടിച്ചും ആലോചിക്കാതെയും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വരും വരായികകൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒക്ടോബർ 18-ാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡിൽ നോർമൽസി വരുന്നതായിരിക്കും. ഈ സമയത്ത് ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി 5-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 7-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 9-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 5-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും. 7-ാം ദൃഷ്ടി 7-ാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതും അത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട്. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതുമായിരിക്കും.
പൊതുവെ പറയുകയാണെങ്കിൽ മെയ് 14-ാം തീയതി വരെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നീടുള്ള 5 മാസം പ്രത്യേക ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. വർഷത്തിൻ്റെ അവസാന സമയവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇതാണ് വർഷം 2025 ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.